സ്പെഷ്യലായ ബീട്രൂട്ട് കിച്ചടി അല്ലെങ്കിൽ പച്ചടി എന്ന് പറയും, രണ്ടും സെയിം ആണ്. അത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇവിടെ കണ്ടോ, ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ആദ്യം നമ്മൾ ഈ ബീട്രൂട്ട് വേവിച്ചെടുക്കണം. നമുക്കൊരു പാനിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് എങ്കിലും ബീട്രൂട്ട് ഒന്ന് വെന്ത് വരാൻ ഒരു 10 മിനിറ്റ് എങ്കിലും എടുക്കും. ബീട്രൂട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് പ്രിപ്പയർ ചെയ്യാം. അതിന് ഞാൻ ഇവിടെ 1 കപ്പ് നാളികേരം ചെരുകിയത് എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ കടുക്, 1 സ്പൂൺ ജീരകം, പച്ചമുളക്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല നൈസായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഇത്രയും നൈസാക്കിയിട്ട് ഇത് അരച്ചെടുക്കണം. ബീട്രൂട്ട് കുക്കായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഒരു 5 മിനിറ്റ് ഈ തേങ്ങ ഇതിൽ കിടന്നിട്ട് ഒന്ന് നന്നായി വേവണം. ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം, ഈ തേങ്ങ ഒന്ന് കുക്കായി വരാൻ. തേങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാൻ. തൈര് ചേർത്തിട്ട് ഇത് അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. 2 സ്പൂൺ ഇതിലേക്ക് 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് കാച്ചാം. നമുക്ക് കിച്ചടി കാച്ചാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. രണ്ട് വറ്റൽമുളക്, നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് നമുക്ക് ഈ കിച്ചടിയിലേക്ക് ചേർക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ട് കിച്ചടി റെഡിയായി.